വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് രാജ്യത്ത് തുടരുന്നു. ഇന്നലെ അർദ്ധരാത്രി 12 മുതൽ ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 വരെ ഉണ്ടാകും. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കൊല്ലത്ത് സമരാനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞു. ഡിപ്പോയിൽ നിന്ന് പുറപ്പെടാനിരുന്ന മൂന്നാർ, എറണാകുളം, അമൃത സർവീസുകളാണ് തടഞ്ഞത്. റിസർവേഷനിൽ യാത്രക്കാരുണ്ടായിരുന്നു. സമരാനുകൂലികൾ കൊടികുത്തി ബസ് തടയുകയായിരുന്നു. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അനന്തു VS ചേരുകയാണ്. അനന്തു, പണിമുടക്ക് എങ്ങനെയാണ് തലസ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സൈമ, കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് ഈ പണിമുടക്ക് ആരംഭിച്ചത്. ഇപ്പോൾ ഒരു 7.5 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാനത്ത് സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തമ്പാനൂർ ബസ് ടെർമിനലിലാണ്. ഇവിടെ ഈ പിന്നിൽ കാണാം, ഈ ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണിത്. ഇവിടെ ഈ ബസ് കുറുകെയിട്ട് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അകത്തു നിന്നും KSRTC ബസ്സുകൾ പുറത്തേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുള്ള ഒരു ബസ് മാത്രമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിലെല്ലാം ട്രെയിനുകൾ നന്നായി സർവീസ് നടത്തുന്നുണ്ട്. എന്നാലും ഈ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യമില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് പൊതുജനങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ പോലീസ് ചില വാഹനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ എയർപോർട്ടിലേക്ക് പോകാനുള്ളവർക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കുമെല്ലാം പോകാനുള്ള യാത്രക്കാർക്ക് വേണ്ടി ചില വാഹന സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ വാഹനങ്ങൾ തന്നെ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട് എങ്കിലും വളരെ പരിമിതമായിട്ടുള്ള ഒരു രീതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സുകൾ പൂർണ്ണമായും ഇല്ല എന്ന് തന്നെ നമുക്ക് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ ഒരു നെയ്യാറ്റിൻകരയിലേക്കുള്ള ബസ് മാത്രമാണ് പുറത്തുള്ളത്. അത് സർവീസ് നടത്തുമെന്നാണ് പറയുന്നത്. ഉള്ളിൽ ചില ബസ്സുകൾ ഈ സർവീസിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർ, ചില സംഘടനകൾ, നമുക്കറിയാം BMS ഒഴികെയുള്ള 10 തൊഴിൽ സംഘടനകളാണ് ഇപ്പോൾ ഇന്ന് പണിമുടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ പണിമുടക്കുന്നത്. അപ്പോൾ ചില ജീവനക്കാർ ജോലിയെടുക്കാൻ തയ്യാറായി എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ബസ് ഇങ്ങനെ കുറുകെ തടസ്സം ഇട്ടിരിക്കുന്നതിനാൽ തന്നെ അവർക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് നേരത്തെ കണ്ടിരുന്നു, ഇവിടെ ഒരു കൊട്ടാരക്കര ബസ്സെല്ലാം ബോർഡെല്ലാം തയ്യാറാക്കി ആൾക്കാരെയും കയറ്റി ഇരുത്തുന്നുണ്ട്. പക്ഷേ ഈ കുറുകെ ഇട്ടേക്കുന്ന ബസ്സുകൾ മാറ്റിയാൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അവർ പറഞ്ഞത് ഈ സ്റ്റേഷൻ അധികാരികളാണ് ഇത് ചെയ്യേണ്ടത്. ഷണ്ടിങ് ഡ്രൈവർമാർ, അതായത് ഈ ബസ്സുകൾ എടുത്തു മാറ്റേണ്ട ഡ്രൈവർമാർ വന്ന് ഇത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർവീസ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സർവീസ് നടത്താൻ തയ്യാറാണ് എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഈ CAT അടക്കമുള്ള സംഘടനകൾ ബസ് സർവീസ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സർവീസുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പൊതുജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറയാൻ സാധിക്കും. വിവിധ ഭാഗങ്ങളിലേക്ക്, ഈ ഉൾപ്രദേശങ്ങളിലേക്കെല്ലാം പോകേണ്ടവർ, രാവിലെ ജോലിക്ക് പോകേണ്ടവരെല്ലാം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പോകാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ചില സമയത്ത് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഈ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എങ്ങനെ പോകണം എന്നറിയില്ല. പല സർക്കാർ ഓഫീസുകളിലും എല്ലാം ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചാണ് അവർ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് പക്ഷേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഈ ബസ്സുകളെല്ലാം നിരനിരയെ ഇട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണെന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇതൊരു ഹർത്താലിന്റെ രൂപത്തിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. സൈമ, രാജ്യവ്യാപകമായുള്ള പണിമുടക്ക് സംസ്ഥാനത്തും ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് VS അനന്തു ആയിരുന്നു.